ഈ വര പ്രൈസ് ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണ്. ഈ വരയെ തൊടാതെ ഈ വര എങ്ങനെ എനിക്ക് ചെറുതാക്കാൻ പറ്റും? ഇപ്പൊ ഇത് ചെറുതായ ഈ വലിയ വരയുടെ പേരാണ് പ്രൈസ്. റെഡ്യൂസ് ചെയ്യാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾ കൂട്ടണം. അപ്പൊ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞതായിട്ട് തോന്നും. നിങ്ങൾ താഴെ പോയിട്ട് അവിടെ ബാവുക്കാട് കടയിൽ ഒരു ചായ കിട്ടും, ഒരു തരമല്ലേ. ഈ ഹോട്ടലില്ലേ, ഈ 5 സ്റ്റാർ പ്രോപ്പർട്ടി, ഇതിന്റെ റെസ്റ്റോറന്റിൽ പോയാലും ചായ കിട്ടും, പാല് തരും, അടുത്തെന്തുണ്ടാവും? തേയില ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് പഞ്ചസാര ഉണ്ടാവും. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഇട്ട് കലക്കി കുടിക്കും. എത്ര രൂപ കൊടുക്കണം? 25 ദിർഹംസ്. എടാ പാവപ്പെട്ട ബാവുക്ക ചായ പരുവത്തിനാക്കി എനിക്ക് തന്ന്. അയാൾ 1 രൂപ കൂട്ടിയപ്പോൾ ഞാൻ അയാളടുത്ത് മുഖം കറുപ്പിച്ചു. ഇവിടെ ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് എന്നിട്ട് 5 തറ ടിപ്പും കൊടുത്ത് ചിരിച്ചോണ്ട് പോകുന്നു. എന്താ വ്യത്യാസം? കുടിച്ച 2 ചായ അല്ലേ? എന്താ മാറിയത്? വാല്യൂസ് മാറി, കൊടുത്ത രീതി മാറി, ഇരുന്ന സാഹചര്യം മാറി. മറ്റേത് ബാവുക്ക ഇവിടെ എങ്ങനെ ഇരുന്ന് തലയൊക്കെ ചൊറഞ്ഞിട്ട് താഴെ ചായ, ഇവിടെ നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചായ വരാൻ 4 പേര് വരും. പാലും മറ്റേ പഞ്ചസാര എല്ലാം കൊണ്ടുവരണ്ടേ. എനിക്ക് AC ഉണ്ട്, കംഫർട്ടബിൾ ആയിട്ട് എടുത്ത് കുടിച്ചു. 25 രൂപ കൊടുത്തപ്പോൾ എനിക്ക് എങ്ങും പോയില്ല, 5 കൂടെ കൂടുതൽ കൊടുത്തു. മറ്റേ അടുത്താകുമ്പോൾ 1 ദിർഹംസ് കൂടുതൽ അയാൾ പറഞ്ഞാൽ ഞാൻ ഫൈറ്റ് ചെയ്യും. കാര്യം വാല്യൂസ് അവിടെ കുറവാണ്. അപ്പോൾ പ്രൈസ് എനിക്ക് കൂടുതലായിട്ട് തോന്നും. വാല്യൂസ് കൂടിയാൽ പ്രൈസ് കുറഞ്ഞതായിട്ട് തോന്നും.